ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITയുടെ നിർണായക നീക്കം. നടൻ ജയറാമിനെ ചെന്നൈയിലെ വീട്ടിലെത്തി SIT ചോദ്യം ചെയ്തു. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജയറാമിനെ ചോദ്യം ചെയ്തത്. പോറ്റിയുമായി എങ്ങനെയാണ് ബന്ധമെന്നും ജയറാമിന്റെ വീട്ടിൽ ദ്വാരപാലക ശില്പമെത്തിച്ച് പൂജ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്നും SIT ചോദിച്ചറിഞ്ഞു. ശബരിമലയിൽ വച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം തുടങ്ങുന്നതെന്നാണ് ജയറാം SITക്ക് നൽകിയ മൊഴി. പോറ്റി നിരവധി തവണ പൂജകൾക്കായി വീട്ടിലെത്തിയിട്ടുണ്ടെന്നും ജയറാം പറഞ്ഞു. പോറ്റി വിശ്വാസമായിരുന്നു എന്നും എന്നാൽ സാമ്പത്തിക ഇടപാടോ തട്ടിപ്പോ അറിയില്ല എന്നും ജയറാം മൊഴി നൽകി. പോറ്റി വിളിച്ചിട്ടാണ് കട്ടിളപ്പാളി സ്മാർട്ട് ക്രിയേഷനിൽ പൂജിച്ചപ്പോൾ പങ്കെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. വാതിൽപ്പാളികൾ കോട്ടയം ഇളമ്പള്ളി ക്ഷേത്രത്തിലെത്തിച്ച് ഘോഷയാത്ര നടത്തിയപ്പോഴും പങ്കെടുത്തിരുന്നു. പാളികൾ വീട്ടിലെത്തി പൂജിക്കാൻ പോറ്റി തന്നെയാണ് ആവശ്യപ്പെട്ടതെന്നും ജയറാം പറഞ്ഞു. പോറ്റിയുമായി ഒരു സാമ്പത്തിക ഇടപാടും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മൊഴി പരിശോധിച്ച ശേഷം താരത്തെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ ജയറാമിനെ സാക്ഷിയാക്കാനാണ് SITയുടെ നീക്കം. 2019 ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ജയറാമിന്റെ വീട്ടിലെത്തിച്ച് പൂജിച്ചത്. ദേവസ്വം ബോർഡ് ഉത്തരവിറക്കി രേഖാമൂലം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണം പൂശാൻ നൽകിയ 14 സ്വർണ്ണപ്പാളികളായിരുന്നു ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയത്. ചെന്നൈയിൽ സ്വർണം പൂശിയ ശേഷമാണ് പാളികൾ ജയറാമിന്റെ വീട്ടിലെത്തിച്ച് പൂജിച്ചത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ രൂപത്തിലാക്കിയ ശേഷമായിരുന്നു പൂജ. ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യയും മകനും ഗായകൻ വീരമണി എന്നിവരും പങ്കെടുത്തിരുന്നു. അതേസമയം ശബരിമലയിലെ സ്വർണ്ണപ്പാളി തന്റെ വീട്ടിലെത്തിക്കാൻ പാടില്ലായിരുന്നുവെന്നും ജയറാം പിന്നീട് പ്രതികരിച്ചിരുന്നു. അയ്യന്റെ മുതൽ കട്ടിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണപ്പാളിയിൽ പൂജ നടത്താനായത് തന്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായാണ് കരുതിയതെന്നും ഇതുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തിനും സഹകരിക്കുമെന്നും ജയറാം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.